എന്റെ ഈ സംശയം ഞാൻ എന്നൊക്കെ എന്റെ വീട്ടിൽ പറഞ്ഞോ അന്നൊക്കെ എനിക്ക് മുട്ട വഴക്കാണ്, അടിപൊളി ചീത്തയാണ്. ഞാനിപ്പോൾ വീഡിയോ അമ്മ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു വേണ്ട അതൊന്നും ചെയ്യണ്ട എന്താണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. പക്ഷെ എന്നൊക്കെ ഞാൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതെനിക്ക് വേറെ ചീത്ത വരും കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇപ്പോൾ നമ്മൾ മുമ്പ് താമസിച്ച ഇവിടെയല്ല, നമ്മൾ വേറെ സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് മലയുടെ മുകളിൽ അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ പോകുമ്പോൾ നമ്മൾ തൊഴുതിട്ട് ഓക്കെ ശരി നമുക്ക് ഇങ്ങോട്ട് പോകണം, നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് പോകണം ഞങ്ങൾ എന്നും പറയും. അപ്പോൾ പക്ഷേ എന്താണ് നമ്മൾ നല്ല മടിയന്മാരായതുകൊണ്ടും വീക്ക് ഡേയ്സിൽ പോകേണ്ടത് കൊണ്ടും നമുക്ക് പറ്റിയിട്ടേയില്ല. പിന്നെ ഞങ്ങൾ മെനക്കെട്ട് പോയത് ഓൾമോസ്റ്റ് 3 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, നമ്മൾ നോക്കി നമ്മൾ അങ്ങനെ വന്നു എന്ന് നന്നായി പ്രാർത്ഥിച്ചു തൊഴുത് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പൂജാരിയെ കണ്ടപ്പോൾ ഞങ്ങൾ നോർമലി ഇങ്ങനെ സംസാരിച്ച പൂജാരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു ശരി നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇനി അങ്ങോട്ട് അടുപ്പിച്ച് 5 തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ എത്തണം ഇങ്ങനെ, കാരണം ഞങ്ങൾ പറഞ്ഞു പോകാൻ തന്നെ 3 കൊല്ലം എടുത്തു. അപ്പോഴാണ് ആൾ ഞങ്ങളോട് പറഞ്ഞ് അടുപ്പിച്ച് 5 തിങ്കളാഴ്ച വരാം. ഞങ്ങൾ അപ്പം തന്നെ ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോന്നു. പക്ഷെ നമുക്കറിയായിരുന്നു ഈ അടുപ്പിച്ച് 5 തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ആയി നമ്മൾ ഇങ്ങോട്ട് മാറി. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഏകദേശം 1-2 കൊല്ലമായിട്ടാണ്. അപ്പോൾ പിന്നെ അത് മാറി. അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ അതൊരു ഉള്ളിലൊരു പേടിയാണ്, ആളിനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആ മലയുടെ മുകളിലെ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ സെയിം അമ്പലം നമ്മുടെ വീടിനടുത്തുണ്ട്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, അടുപ്പിച്ചില്ലെങ്കിൽ നമുക്ക് 5 തിങ്കളാഴ്ച അല്ലെങ്കിൽ നമുക്ക് ഈ അമ്പലത്തിലോട്ട് പോകാൻ ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ ഊക്കം ബഹളം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ദൈവത്തിനാണോ നീ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്താണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഫുൾ ചീത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല, മലയുടെ മുകളിലാണോ ദൈവമെങ്കിലും സെയിം ആളാണ് താഴെ ഇരിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ പൊക്കൂടാ, രണ്ടും സെയിം ദൈവം തന്നെയല്ലേ, എന്താണ് വ്യത്യാസം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് വലിയൊരു പ്രശ്നമായി. എല്ലാം ദൈവങ്ങളൊക്കെ സെയിം തന്നെയാണെന്നാണോ നമ്മുടെ ഒരു ഇത്. പക്ഷെ എനിക്ക് എന്നും ചീത്ത കിട്ടും. ഇതൊരു നോർമൽ കാര്യമാണെങ്കിൽ ഇതെൻ്റെ ഒരു വലിയ സംശയമാണ്, എന്തുകൊണ്ട് പറ്റില്ല, അങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, പറയുന്ന ആണെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വളരെ സമാധാനം കിട്ടും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് പറയാം. താങ്ക് യു.